എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ ആധാർ കാർഡ് ഇനി കയ്യിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഫുള്ളി ഡിജിറ്റലായിട്ട് തന്നെയും മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 7 മാസം മുമ്പെയാണ് ഈ ഒരു ആപ്പ് ഇവിടെ ലോഞ്ച് ചെയ്തിരുന്നത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി ഇപ്പോഴാണ് ഈ ഒരു ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ഒക്കെ തന്നെ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ആധാറിൻ്റെ കോപ്പികൾ കയ്യിൽ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ID വെരിഫിക്കേഷനായിട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെയും നമ്മുടെ ഈ ഒരു ഫോണിലെ ആപ്പിലെ QR കോഡ് മാത്രം നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി. ആ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസുകൾ അവർക്ക് എടുക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ആധാർ കാർഡിൻ്റെ ദുരുപയോഗങ്ങൾ കുറയ്ക്കാനായിട്ട് തന്നെയുമാണ് ഈ ഒരു ഫെസിലിറ്റി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോഴാണ് നിലവിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കംപ്ലീറ്റ് ആയ ഒരു ആപ്പ് ഇപ്പോൾ ഉപയോഗിക്കാവുന്ന രീതിയിലായിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാം, നമ്മുടെ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യാം, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ അപ്ഡേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നേരത്തെ 50 രൂപയായിരുന്നു ഫീസ് എങ്കിൽ ഇപ്പോൾ അത് 75 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആപ്പിനകത്ത് ഇപ്പോൾ നമുക്ക് ആ ഫെസിലിറ്റികൾ ഉടൻ തന്നെ ഇന്നും നാളെയൊക്കെയായിട്ട് തന്നെ നമുക്ക് എത്തുന്നതാണ്. മൊബൈൽ നമ്പർ അപ്ഡേഷൻ, മറ്റു കാര്യങ്ങളെല്ലാം തന്നെയും. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് നിങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ടിക്കറ്റ് കൊടുത്തുള്ളത്. നിങ്ങൾക്ക് ഫോട്ടോ കാണണ്ട, അല്ലെങ്കിൽ ഫോട്ടോ ആയിട്ട് നിങ്ങൾക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ നിങ്ങൾക്ക് അവിടെ കൊടുക്കേണ്ടാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതല്ല നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ കാണരുത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അത് മാത്രമായിട്ട് അവിടെ ഹൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ എല്ലാ ഫെസിലിറ്റികളും ഇപ്പോൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആ ഒരു പർപ്പസിന് മാത്രം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന രീതിയിൽ തന്നെയും ഇതിനകത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഒത്തിരി ഫെസിലിറ്റികളാണ് ഈ ഒരു ആപ്പിൽ നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൽ ഈ ഒരു ആപ്പ് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് അത് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള അപ്ഡേഷൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് തന്നെയും നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ആധാർ ഫേസ് ആർ ഡി എന്ന് നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറി ആധാർ ഫേസ് ആർ ഡി, നമ്മുടെ ആധാർ ഓതന്റിക്കേഷൻ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്പാണ് ആധാർ ഫേസ് ആർ ഡി. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഫോണിൽ സൂക്ഷിക്കണം. അത് എപ്പോഴായാലും നമുക്കത് ആവശ്യം വരുന്നൊരു കാര്യമാണ്. ഈ ആധാർ ഫേസ് ആർ ഡി നിങ്ങളുടെ ഫോണിൽ എപ്പോഴും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് സൂക്ഷിക്കേണ്ട ആവശ്യമാണ്. അത് ഓപ്പൺ ചെയ്യാനൊന്നും സാധിക്കില്ല. നമ്മുടെ ഫേസ് ഓതന്റിക്കേഷൻ, ബയോമെട്രിക്കൽ ഓതന്റിക്കേഷൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു ആപ്പാണ് ആധാർ ഫേസ് ആർ ഡി എന്നുള്ളത്. അത് നിങ്ങൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ഫോണിൽ അത് സൂക്ഷിക്കുക. അതിനുശേഷം നിങ്ങളുടെ ആധാറിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്ന ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ ആപ്പ് അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. പ്ലേ സ്റ്റോറിൽ ആധാർ സെർച്ച് ചെയ്യുക. അവിടെ പുതുതായി വന്നിരിക്കുന്ന ആധാറിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുക. പെർമിഷൻസ് എല്ലാം അലോ കൊടുക്കുക. ഡിസ്കവർ കീ ഫീച്ചേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതെല്ലാം നെക്സ്റ്റ് കൊടുക്കുക. എൻ്റെ ഒരു ആധാർ എന്നുള്ളതിൽ ഐ ആം റെഡി വിത്ത് മൈ ആധാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. താഴെ പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സിം ഏതാണ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് അതുള്ള സെലക്ട് ചെയ്ത് സെൻഡ് SMS എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്കിവിടെ ബയോമെട്രിക്കലായിട്ട് ഫേസ് ഓതന്റിക്കേഷൻ ആണ്. നമ്മുടെ ഫേസ് സ്കാൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആധാറിൻ്റെ വെബ്സൈറ്റിലേക്ക് ഓപ്പൺ ആവുന്നത്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഫേസ് ആർ ഡി എന്നുള്ളത്. ഇവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്, ബ്ലിങ്ക് ചെയ്യണം, തുറന്ന് അടയ്ക്കണം എന്നുള്ളതാണ് ഫേസ് സ്കാൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത് കണ്ണ് തുറന്ന് അടയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഓതന്റിക്കേറ്റഡ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു 6 അക്ക നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കണം. വീണ്ടും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആധാറിൻ്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു QR കോഡുണ്ട്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ആധാർ കാർഡ്, ഇപ്പോഴത്തെ പുതിയ ID, ഡിജിറ്റൽ ID ആയിട്ടുള്ള ഒരു ആധാർ കാർഡ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഇതിലൂടെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ പഴയ മൊബൈൽ നമ്പർ മാറ്റി ഒരു പുതിയ മൊബൈൽ നമ്പർ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഇമെയിൽ ID നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിലവിൽ ഇമെയിൽ ID കൊടുക്കാത്തവരുണ്ടെങ്കിൽ ആധാറുമായിട്ട് നമുക്ക് ഇമെയിൽ ID അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ് അപ്ഡേറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ ആധാർ അപ്ഡേറ്റ് എല്ലാ കാര്യങ്ങളും അതിപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ ഇവിടെ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ 2 ദിവസം മുമ്പേ ഈ ആപ്പിൽ അത് ഉണ്ടായിരുന്നതാണ്. ഇതിൻ്റെ അപ്ഡേഷൻ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അത് മാറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ID ഷെയർ ചെയ്യാനായിട്ട്, ഡൗൺലോഡ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് താഴെ ഡൗൺലോഡ് ആധാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ 4 അക്ഷരവും നമ്മുടെ ജനന വർഷവുമാണ് ഇവിടെ കൊടുക്കേണ്ട പാസ്വേഡായിട്ട് കൊടുക്കണം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു പാസ്വേഡ് ചോദിക്കും. നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ 4 അക്ഷരവും ജനന വർഷവുമാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക.
അപ്പോൾ നമുക്ക് നമ്മുടെ ആധാർ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കിനിയിപ്പോൾ നമ്മുടെ ID ഷെയർ ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ഷെയർ, സെലക്റ്റീവ് ഷെയർ എന്നുള്ളതുണ്ട്. ഈ രണ്ട് ഓപ്ഷനകത്ത് നമുക്ക് കംപ്ലീറ്റ് ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് ഷെയർ ചെയ്യാം. സെലക്റ്റീവ് ഷെയർ എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ടിക്ക് ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ അഡ്രസ്സ് മാത്രമാണെങ്കിൽ അഡ്രസ്സ്, ബാക്കിയുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇതിനകത്ത് ആവശ്യമായിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ളത്, നിങ്ങൾക്കിപ്പോൾ ഫോട്ടോ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമില്ല എങ്കിൽ ഫോട്ടോ നിങ്ങൾ അവിടെ ടിക്കറ്റ് ഇടണ്ട. അല്ലാത്ത എന്ത് കാര്യങ്ങളായാലും നിങ്ങൾക്ക് അവിടെ ടിക്കറ്റ് കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മറ്റൊരാൾക്ക്. അങ്ങനെ ഒരു ഫെസിലിറ്റി ഇപ്പോൾ ആധാറിൻ്റെ ഈ വെബ്സൈറ്റിൽ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡുകളൊന്നും നിങ്ങൾ കൈവശം കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. ആവശ്യമില്ലാത്ത ദുരുപയോഗങ്ങളൊന്നും തന്നെയും ആധാർ ഉപയോഗിച്ച് ഇനിയിപ്പോൾ നടക്കില്ല. ഫുള്ളി ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെയും എല്ലാ കാര്യങ്ങളും വളരെ സെക്യൂർ ആയിട്ട് തന്നെയാണ് ഈ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കാര്യങ്ങളായാലും നമ്മുടെ ആവശ്യമുള്ള രേഖകളായാലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഇവിടെ വേണം അത് മാത്രം നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെയുള്ള ഫെസിലിറ്റികളാണ് ഇപ്പോൾ ഈ ഒരു ആപ്പിൽ നമുക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആയിട്ട് എവിടെ വേണമെങ്കിലും രേഖകൾ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്